വെൽക്കം ടു മൈ സ്പൈസി പോട്ട്. നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ട് 3 കപ്പ് റൈസാണ് ഈ മെഷറിംഗ് കപ്പിൽ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി നമുക്ക് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് സവാളയുടെ പുറത്തെ ലെയർ ഗാർണിഷ് ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിലത്തെ ഭാഗം നമുക്ക് റൈസിലേക്കായിട്ട് മാറ്റി വയ്ക്കാം. ഒരു കുക്കർ എടുത്ത് അതിൽ നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് കാഷ്നട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം മുന്തിരിയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ സവാള നമുക്ക് റൈസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാള ക്രിസ്പി ആയിട്ട് കിട്ടും. മാറ്റി വയ്ക്കാം. അതിനുശേഷം കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവണമെന്നില്ല. നമ്മുടെ വെള്ളം പോയിട്ടുള്ള റൈസും കൂടെ ഇട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു കൊടുക്കാം. കുക്കറിൻ്റെ മൂടി വെക്കണമെന്നില്ല. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലയും കൂടെ ഇട്ട് 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റ് എടുത്ത് അടച്ചു വെച്ച ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.